പേര് സീത എന്നാ. സീത എന്ന് പേര് വെച്ചിരിക്കുന്നവര് ഉറപ്പാ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. തെറ്റാണ്. അന്ന് ഒപ്പിട്ടപ്പോ സീത എന്നല്ലേ ചെയ്തത്? അന്ന് അറിഞ്ഞില്ലായിരുന്നോ? ആ ഒപ്പിട്ടെന്ന് വെച്ച് അതിന് സമ്മതം എന്നല്ലേ? എന്തൊരു പാവത്താനാ. എന്നിട്ടാ MLA ആയിരിക്കുന്നെ. പാവത്താനോ? ഇവനോ? ആ പാവത്താനാണോ ബുദ്ധിമാനാണോ എന്നൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ ഡീല് പറ കൊച്ചേ. ഡോക്യുമെന്റിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചോ? ഇല്ല, പക്ഷേ ഒപ്പിട്ടതല്ലേ താഴെ. വായിച്ച് ഒപ്പിടുന്നവരല്ലേ പേടിക്കണ്ടേ? പേടിക്കാത്തവരെ വായിക്കാതെ ഒപ്പിടുക എന്നുള്ള കാര്യം വയസ്സായ നിങ്ങൾ പോലും മറന്നുപോയല്ലോ അപ്പൂപ്പ. എന്താടി വല്ലാതെ ആളാവല്ലേ? അന്ന് സമ്മതിച്ചല്ലേ നീ? അതെ, അന്ന് ഞാൻ സമ്മതിച്ചിരുന്നു. കാരണം എനിക്ക് എന്റെ കാര്യം നടക്കണമായിരുന്നു. നിന്റെ വീക്ക്നെസ്സിനെ ഞാൻ ഉപയോഗിച്ചു. ബിസിനസ്സിൽ ഇതൊക്കെ കോമനാ. താൻ പോയിക്കേ. ഇപ്പൊ ഇവരുടെ ഈ വഴക്കിന്റെ ആവശ്യമുണ്ടോ സർ? ഇപ്പൊ തന്നെ ഒരു കോമ്പൻസേഷൻ ഉണ്ടാക്കി ഇതിലൊരു സെറ്റിൽമെന്റ് നടത്താം. അന്ന് തന്നെ ഞാൻ പൈസ ഓഫർ ചെയ്തതാ. എന്റെ അടുത്ത് ചാക്ക് നിറച്ചുകൊണ്ടെന്ന് പറഞ്ഞ് താനല്ലേ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ലേ? ഇതുപോലെയുള്ള ലോജിക്ക് ഞാൻ ആദ്യമായിട്ട് കേക്കുവാ. എവള് നിന്നേക്കാളും തരികടിയാ കേട്ടോടാ. നിനക്കറിയില്ല എന്നെ. നീ ഒപ്പിട്ട് തന്നിരിക്കുന്നതാ. വാ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എന്തെഴുതി തന്നുന്നാ? ഇതെന്താന്നറിയോ? കഴിഞ്ഞ ഇലക്ഷനിലെ നിങ്ങളുടെ പാർട്ടി മാനിഫെസ്റ്റോ. ഇതിൽ നിങ്ങൾ 2 കാര്യങ്ങൾ പോലും നിറവേറ്റിയിട്ടില്ല. വോട്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളെ കണ്ണടച്ച് പറ്റുകയാണല്ലോ. തന്നെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാനൊക്കെ എത്രയോ ബെറ്ററാ. എവളങ്ങാനും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലേ അന്ന് തന്നെ CM ആവും. സീതേ, ചെറുപ്പത്തില് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു പാവ കടയിലേക്ക് പോയി. അവിടെ ഒരു പാവയെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ആ പാവയെ വേണമെന്ന് അച്ഛനോട് പറഞ്ഞു. ആ പാവയ്ക്ക് വില കൂടുതലായിരുന്നു. കടക്കാരനാണെങ്കിൽ റേറ്റ് കുറയ്ക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു. പക്ഷേ എനിക്ക് ആ പാവ കിട്ടിയല്ലേ മതിയാവൂ. അന്ന് രാത്രി തന്നെ ആ കട കത്തിച്ചാമ്പലായി. കടക്കാരനുണ്ടായിരുന്നതില് കൂടാതെ എൻ്റെ അച്ഛനും കത്തിച്ചാമ്പലായിപ്പോയി. എൻ്റെ അച്ഛൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. നമ്മുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഇഷ്ടമുള്ളവരെ പോലും നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. പക്ഷെ എനിക്ക് ആ പാവ കിട്ടുക തന്നെ ചെയ്തു. നീയും പരിപാടി പട്ടുസാരി കൊടുത്ത് വലിയ പൊട്ട് തൊട്ട് തലയിൽ നിറയെ മുല്ലപ്പൂ ചൂടി ഒരു പാവയെ പോലെ. ഐ ലവ് യു. കാറിലിരുന്നോണ്ട് സിഗരറ്റ് വലിക്കുന്നവനെ നട റോട്ടിലെടുത്തിട്ട് ചവിട്ടണം. നോക്കണ്ട, നിന്നെ കുറിച്ച് തന്നെ. അവളെ കിട്ടിയില്ലെന്ന് വെച്ച് ഞങ്ങൾ എന്തിനാ പ്രാകുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ സൈക്കോയെ പോലെ സംസാരിക്കരുത്. ഞാൻ ചിലപ്പോ ഹർട്ടാവും. അത്ര വിഷമമുണ്ടായിരുന്നെങ്കിൽ അവളെ പൊക്കിക്കൊണ്ട് വരണ്ടേ? അതെങ്ങനെയാ? അതിന് ആണത്തം വേണ്ടേ? ഇഷ്ടപ്പെടാത്ത പെണ്ണിന്റെ കൂടെ കിടക്കുന്നത് ശവത്തിന്റെ കൂടെ കിടക്കുന്നത് പോലെ. അതിപ്പോ മിസ്സിന്റെ ആയാലും ശരി ആണല്ലോ. അപ്പൊ നാ വടക്കിക്കോ. നിങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഞാൻ അവളെ വരുത്തിയിരിക്കും. ലൈഫിൽ ആദ്യമായി ഒരു പെണ്ണിനോട് പ്രേമം തോന്നിയപ്പോ ഇവിടെയുള്ള ആളുകളൊക്കെ എന്നെ നോക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ആരാണെന്ന് അവളെ കാണിച്ചു കൊടുക്കാം. ഇതാ രൂപനോട്ട്, ഇത് കയ്യിൽ വെച്ച്, ഈ കാശ് വെച്ച് നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ, പക്ഷെ കണ്ണടച്ചിരുന്നോ. ഇതാണ് ഫസ്റ്റ് നൈറ്റ്. എന്റെ സാറ് താമ്പൂലം തരുന്നു, എടുത്തോളൂ. ഞാൻ വിളിച്ചപ്പോ തന്നെ ഇങ്ങോട്ട് വന്ന എല്ലാവർക്കും എനിക്ക് പകരം വിജയ് ബാബു സാർ നന്ദി പറയുന്നതായിരിക്കും. ഇവൻ ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരങ്ങൾക്കും കൂട്ടു നിൽക്കാൻ വന്ന എല്ലാവർക്കും നമസ്കാരം. 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 സീത നിർമ്മിക്കുന്ന കൊമേഴ്സ്യൽ കോംപ്ലക്സ് ഡ്രൈനേജിന്റെ മുകളിലാന്ന് പറഞ്ഞ് ആ വാർഡ് മെമ്പർ എന്ന രീതിയിൽ നിങ്ങൾ കോടതിയിൽ ഒരു കംപ്ലൈന്റ്. അതിനവിടെ ഡ്രൈനേജ് ഇല്ലല്ലോ. വേണേ നമുക്ക് ഉണ്ടാക്കാലോ അല്ലേ? ഓക്കെ സാർ. അവൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ്സ് എല്ലാം എന്തെങ്കിലും കാരണം പറഞ്ഞ് എത്രയും പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യണം. ഷുവർ സർ. ഇന്ന് മുതൽ നിങ്ങളുടെ ബാങ്കിൽ സീത ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനെ കുറിച്ചും എനിക്ക് അപ്പോൾ വിവരം കിട്ടണം. ചെയ്യാം സർ. നിങ്ങൾ സീത നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് ഫയർ ക്ലിയറൻസ് ഇല്ലെന്ന് പറഞ്ഞ് ടൗൺ പ്ലാനിംഗ് ഓഫീസറായി നിങ്ങൾ പെർമിഷൻ റദ്ദാക്കണം. എന്തിനാ സാർ? പുറത്തുനിന്ന് വാങ്ങിച്ചില്ലേ, അതുകൊണ്ടാ. മിണ്ടാതിരിക്കേ. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആണ് സാർ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോറി. സീതയ്ക്ക് കാർ ലോൺ കൊടുത്തത് നിങ്ങളല്ലേ? ആ കാർ സീസ് ചെയ്യണം. ഇദ്ദേഹം സീതയുള്ള സ്ഥലത്തെ MLA ആണ്. നിങ്ങൾ എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എന്തൊക്കെ ചെയ്താലും അത് കണ്ടില്ലെന്ന് അടിച്ച് മിണ്ടാതിരുന്നാൽ മതി. അതിനു വേണ്ടിയായത്. ഇദ്ദേഹം മുരാരി, ആ ഏരിയയിലെ SI. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് എന്റെ ഭാര്യയെക്കാൾ നന്നായി ഇവനറിയാം. ക്യൂട്ട് ബോയ്. താങ്ക് യു സർ.
സീതയ്ക്ക് എത്രയാ കടം കൊടുത്തിരിക്കുന്നത്? 5 കോടി കൊടുത്തിട്ടുണ്ട് സാർ. അത് എത്രയും പെട്ടെന്ന് തിരിച്ചു വാങ്ങണം. ഇനിയും 6 മാസം സമയമുണ്ട് സാർ. തനിക്ക് ഏത് സ്വീറ്റാ കൂടുതൽ ഇഷ്ടം? എനിക്ക് ജാംഗ്രി ഭയങ്കര ഇഷ്ടമാണ് സാർ. Same pitch. അത് കാണുമ്പോൾ നിനക്ക് എന്താ തോന്നാറ്? നാവില് വെള്ളം ഊറുന്നു സാർ. ഇപ്പൊ എന്താ തോന്നുന്നത്? വാ വരെ എത്തിയിട്ട് വായിക്ക് അകത്താക്കാൻ പറ്റുന്നില്ല സാർ. സെയിം പിച്ച്. എനിക്കും സേതയുടെ അടുത്ത് എങ്ങനെയാ സംഭവിച്ചത്? നിങ്ങളെല്ലാവരും എന്റെ പവിത്രമായ പ്രണയത്തെ സഹായിച്ച് ഞങ്ങളെ ഒന്നാക്കണം. ആദ്യം ഞാൻ നല്ല രീതിയിൽ പറഞ്ഞതൊന്നും അനുസരിക്കാതെ സോറി, പറ്റില്ല, ഇല്ല, എന്താ ഇതൊക്കെ? ഇവിടെയാണെങ്കിൽ മനുഷ്യൻ നെഗറ്റീവ് മൈൻഡിന്റെ അതിരും കടന്നു നിൽക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ സ്വീറ്റ് വേണോ? It should all be the same. Okay, east and west are not matching. And make a proper driveway for people to enter. If the cars are passing through this way, we are supposed to make a parking lot here, right? Anyway, നമ്മുടെ മോളിലെ എസ്കലേറ്റേഴ്സ് ഒക്കെ എല്ലാ ഫ്ലോസിലും ആ ലാസ്റ്റിലും ഈ ലാസ്റ്റിലും ഉണ്ടായിരിക്കണം. And I'm very clear about it and I want people to shop when they enter here. വാസ്തു അനുസരിച്ച് ഇത് സെറ്റ് ആവില്ല മാം. എന്റെ പേര് സീത. ഞാൻ വരച്ച വരെ ആരും താണ്ടരുത്. റൈമിംഗ് എങ്ങനെയുണ്ട്? നൈസ് മാം. എന്റെ ഐഡിയ നന്നായിരിക്കും. എക്സ്ക്യൂസ് മീ, ചന്തുലാൽ ഫോണിൽ വെയിറ്റിംഗ് ഉണ്ട്. സീത മാഡം, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 5 കോടി രൂപ ഉടനെ തിരിച്ചു തരണം. അക്കോർഡിംഗ് ടു ദ എഗ്രിമെന്റ് 6 മന്തിന് ശേഷമല്ലേ? എനിക്ക് പൈസക്ക് അത്യാവശ്യമുണ്ട്, ഉടനെ തന്നെ തിരിച്ചു തരണം. അറിയാം. ആ ഏജന്റിന്റെ പേര് ബസ്വരാജ് എന്നല്ലേ? എന്ത് പേരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് എന്റെ പൈസ വേണം, വളരെ അർജന്റ്. അല്ലെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. Who do you think you are talking to? അത് താൻ എന്റെ മെക്കിട്ട് കേറണ്ട. തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് അങ്ങോട്ട് പോയി ചെയ്യ്. നമ്മുടെ സൈറ്റിലെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കിക്കോ. ബാങ്കിൽ ഫൈനാൻസ് വാങ്ങിക്കാം. ഓക്കെ. നമസ്കാരം സാറേ. സാർ വന്നേ. ഫയൽ എടുത്തുണ്ടോ? പറയൂ സാർ. എഴുതിക്കോ. നിന്റെ പേരെന്താ പറഞ്ഞേ? ചിന്താശാന്തമ്മ. ചിന്താശാന്തമ്മ എന്ന ഇവരുടെ വീട് വസന്തമാല സീതാ മഹാലക്ഷ്മി എന്ന് പറയുന്നവർ ഇടിച്ച് തരിപ്പണമാക്കി കളഞ്ഞു. ഹൗസ് ബ്രേക്കിംഗ് സെക്ഷൻ 445. നമ്മുടെ സൈറ്റില് ആ ജനങ്ങൾ വീണ്ടും വന്ന് കുടില് കെട്ടിയിരിക്കുക. ബസ്വരാജ് അവരെ ഉപയോഗിച്ച് നിങ്ങളുടെ മേളിൽ ഹൗസ് ബ്രേക്കിംഗ്, എൻക്രോച്ച്മെന്റ്, മെൻസ് ലോതറിംഗ് കേസുകളൊക്കെ ഇട്ടിരിക്കുക. ആ ബസ്വരാജു നിങ്ങളെ എല്ലാ സൈഡിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുക. സ്റ്റോപ്പ് ക്രൈം. എന്റെ മൈൻഡും ശരീരവും അയൺമെയ്ഡാണ്. അത്ര പെട്ടെന്നൊന്നും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. ചന്തുലാലിന് 5 കോടി രൂപ, സ്ലമ്മിന് 3 കോടി, പോലീസിന് 2 കോടിയും, മൊത്തം 10 കോടി ആവശ്യമുണ്ട്. ഐ നീഡ് 10 crores. അത്രയും കാശ് എങ്ങനെ റെഡിയാക്കാനാ മാം? വൈസാഖിൽ നിന്നൊരു കോൾ വന്നായിരുന്നു. ദാറ്റ് ഗായ്. അല്ല, ഇറ്റ്സ് എ സാഡ് ന്യൂസ്. നിങ്ങളുടെ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ചിരിക്കാൻ കഴിയുന്നത്? എന്റെ അച്ഛന് 5000 കോടി പ്രോപ്പർട്ടി ഉണ്ട്. അറൌണ്ട് 170 crore ബാങ്ക് ബാലൻസ്. വൈസാഖിലേക്ക് പോയിട്ട് എല്ലാ ഫോർമാലിറ്റീസും ചെയ്തു കഴിഞ്ഞ് ആ പൈസ ഇവിടെയുള്ളവരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞ എല്ലാ പ്രോബ്ലംസും പെട്ടെന്ന് തന്നെ തീരും. എന്നിട്ട് വേണം കാണാൻ ആ ബസ്വരാജ് എന്താ ചെയ്യുന്നെന്ന്.